ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ HCG ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. HCG ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺസെപ്ഷൻ നടന്നു, നമ്മുടെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, നമ്മുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് നമ്മുടെ എംബ്രിയോ അവിടെ അറ്റാച്ച് ആയി, നമ്മുടെ പ്ലസൻ്റ ശരീരത്തിൽ ഡെവലപ്പായി, ബോഡിയിൽ പ്ലസൻ്റ ഡെവലപ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു HCG ഹോർമോൺ അവിടെ ഇൻക്രീസ് ആവുന്നത്. ഈ HCG ഹോർമോണാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു HCG ഹോർമോൺ നമ്മളിൽ അവിടെ ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് സുപ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. ഈ ലക്ഷണങ്ങൾ നമുക്ക് ആദ്യത്തെ 3 മാസങ്ങളിൽ അതിൻ്റെ പീക്കിലോട്ട് എത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് കുറയാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. HCG ഹോർമോൺ ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ക്ഷീണം. ക്ഷീണം എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ടൊരു താല്പര്യമില്ലാണ്ടായി പോവുക. അത്രയും ദിവസം വരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാൾ പെട്ടെന്നൊന്ന് ക്ഷീണം കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ട് കൂടിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിൽ പോവുക, പണിയൊക്കെ ചെയ്യാനായിട്ടൊരു മടി വരിക, അങ്ങനെയുള്ള ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അത് HCG ഹോർമോൺ ഇൻക്രീസ് ആവുന്നത് കൊണ്ടാണ്. രണ്ടാമതായിട്ട് നമുക്കുണ്ടാവുന്നതാണ് നോസിയ. നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസീസ് വരിക, ചില കേസിൽ നമ്മളൊന്ന് വോമിറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ വോമിറ്റ് ചെയ്യുന്നത് മോർണിംഗിൽ ബ്രഷ് ചെയ്യുന്ന സമയത്താണ്. ഒരു യെല്ലോ കളറിലുള്ള ഒരു വാട്ടർ ആയിരിക്കും നമ്മൾ വോമിറ്റ് ചെയ്ത് പോകുന്നത്. ഭയങ്കര ഒരു ചവർപ്പും കയ്പും ഒക്കെ ഈ ഒരു വെള്ളം നമ്മുടെ വായിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. ഇടയ്ക്കിടയ്ക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസീസും വരുന്നത് ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീകളിലാണ്. ആ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ HCG ഹോർമോൺ ഇൻക്രീസ് ആവുന്നത് കൊണ്ടാണ്. പിന്നീട് നമുക്കുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഡിസിനസ്. നമ്മൾ തല കറങ്ങി വീഴുന്നതായിട്ട്, തല കറങ്ങി അങ്ങോട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മോളുടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായതാണ് വൊമിറ്റിങ്ങും അതുപോലെ തന്നെ ഫാറ്റിഗും. ഒരിക്കലും ഇല്ലാത്തൊരു ക്ഷീണമായിരുന്നു എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങിയ സമയവുമായിരുന്നു അത്. കാരണം ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ട് കൂടി കിടന്ന് അങ്ങോട്ട് ഇരുന്നാൽ മതി, ആ ഒരു ടെൻഡൻസി ആയിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ മോനെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എനിക്ക് നേരെ മറിച്ച് ഉണ്ടായത് ഒരു തലകറക്കമായിരുന്നു. കാരണം അത്രയും നാൾ വരെ എനിക്ക് തലകറക്കം എന്നുള്ളത് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു തലകറക്കം ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ടും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടാകുന്നതാണ് നമുക്ക് ലൈറ്റായിട്ടൊരു ഹെഡേക്ക് അനുഭവപ്പെടുക. നമുക്ക് തല വേദനിക്കുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവുക. ലൈറ്റായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്നത്. ഒരുപാട് അതികഠിനമായിട്ടുള്ള ഒരു തലവേദനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമുക്ക് ലൈറ്റായിട്ടുള്ള ഒരു തലവേദന അവിടെ അനുഭവപ്പെട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ ബ്രസ്റ്റിൽ അനുഭവപ്പെടുന്ന വേദന. ബ്രസ്റ്റിൽ വേദന അനുഭവപ്പെടുന്നത് നമ്മൾ ആ ഒരു പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു യൂട്രസ് പ്രിപ്പയർ ആകുന്നത് പോലെ തന്നെ അതേ മൊമെൻറ്റ് മുതൽ നമ്മുടെ ബ്രസ്റ്റും പ്രിപ്പയർ ആയി തുടങ്ങും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രസ്റ്റിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ബ്രസ്റ്റിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ വേദന അനുഭവപ്പെടും. ബ്രസ്റ്റിന് ചുറ്റും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ഏർലി പ്രഗ്നൻസി ബ്രസ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഫുള്ള് കിട്ടും കേട്ടോ. അത് നിങ്ങൾ കണ്ടു നോക്കുക. അതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം, നമുക്ക് അനുഭവപ്പെടുന്നത് ആദ്യത്തെ 3 മാസങ്ങളിലായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ മോർണിംഗ് സിക്നസ് ഒക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നത് ജസ്റ്റ് ഒരു വോമിറ്റിംഗ് ഒക്കെ ആയിരിക്കും. ഈ ഒരു ഡിസ്നസ് അല്ലെങ്കിൽ ക്ഷീണം, തലകറക്കം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുന്തോറും ഒന്ന് കുറയാനായിട്ട് തുടങ്ങും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഒരു മൊമെൻറ്റിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഈ HCG അളവ് കൂടുന്നതും ഡബിൾ ആകുന്നതും അവിടെ കുറയും. അങ്ങനെ അത് കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്